ഇത് ലൈഫ് മിഷൻ കേസിലാണോ അതോ ലാവ്ലിൻ കേസിലാണോ എന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് ഏത് കേസിലാണ് സമ്മൻസ് വന്നിരിക്കുന്നത്. കാരണം അന്ന് വന്ന വാർത്ത അന്ന് ലൈഫ് മിഷൻ്റെ കേസിൽ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് ഇദ്ദേഹത്തിന് സമ്മൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ലൈഫ് മിഷനാണെന്ന് വിചാരിച്ചു. ഏതാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ഇത്രയും നാൾ മൂടി വെച്ചത് ശരിയല്ല. പൊതുപ്രവർത്തകർക്കെതിരായിട്ട് ഇങ്ങനെ ആരോപണങ്ങളോ നോട്ടീസോ വന്നാൽ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെ വന്നാൽ അത് പറയണം. അത് നിരപരാധിത്വം തെളിയിക്കാമല്ലോ നിരപരാധിയാണെങ്കിൽ. പക്ഷെ അത് പറയട്ടെ. അത് പറയാതെ മൂടി വെച്ചത് ശരിയല്ല. അത് ഏതാണെന്ന് മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചു എന്ന വാർത്തയിലാണ് പ്രതിപക്ഷത്തിന്റെ താല്പര്യം. പക്ഷേ ED ഈയിടെയായി കേരളത്തിൽ എത്രയോ കേസുകളിൽ ഇടപെട്ടിരിക്കുന്നു. പക്ഷേ ഇടപെടലല്ലാതെ പിന്നെ കാര്യമായ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുകയോ ED കേസുകളിൽ ആരെങ്കിലും കാര്യമായി ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകന് 2 വർഷം മുൻപാണ് ED ഹാജരാകാൻ വേണ്ടി നോട്ടീസ് അയച്ചത്. അതല്ലാതെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ലാവ്ലിൻ കേസിന്റെ കാര്യമാണെങ്കിൽ പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ CBI സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ വാദം കേൾക്കൽ ഇതുവരെ നടന്നിട്ടില്ല. ED നോട്ടീസ് അയച്ച ശേഷം മിണ്ടാതിരിക്കുന്നതും പിണറായി വിജയനെതിരെ CBI കൊടുത്ത അപ്പീലിൽ 35ാം തവണയും വാദം കേൾക്കാതെ മാറ്റിവെക്കുന്നതുമെല്ലാം സാധാരണമാണോ അതോ യാദൃശ്ചികമാണോ?